Kofigan. We are going to Kofigan. We are eating food. ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അൽഹംദുലില്ലാ ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ലാസ്റ്റ് വീഡിയോൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാട്ടോ. ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ഷാർജയിൽ നിന്ന് കോർഫഖാനിലേക്കുള്ള ആ ഒരു യാത്രയിൽ നമ്മൾ കണ്ട കാഴ്ചകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ഈ ഒരു വീഡിയോയിലെന്ന് പറയുന്നത് നമ്മൾ കോർഫഖാൻ ബീച്ചിലെത്തിയിട്ട് അവിടെ നമ്മുടെ ബീച്ച് വ്യൂവും പിന്നെ നമ്മൾ ബോട്ടിങ് ചെയ്തതും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആട്ടോ. സോ ഫൈനലി വി റീച്ച്ഡ് അവർ ഡെസ്റ്റിനേഷൻ. നമ്മൾ കോർഫഖാൻ ബീച്ച് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല എന്താ പറയുക ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ. നമ്മൾ വീക്കെൻഡിലായതുകൊണ്ട് തന്നെ ചെറുതായിട്ട് കുറച്ച് തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല ഒരു ക്ലൈമറ്റും നമുക്ക് വലിയ ചൂടോ കാര്യങ്ങളോ ഒന്നും തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഈ ഒരു ബീച്ചിൽ. ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ പല പല റേറ്റ് ആയിട്ട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 150 ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ കുറച്ച് തരാനൊക്കെ പറഞ്ഞിട്ടും അവരിങ്ങനെ ഒട്ടും കുറയ്ക്കുന്നുണ്ടായിരുന്നില്ല. 150 എന്ന് പറഞ്ഞ് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം പിന്നെ നമ്മളിങ്ങനെ നടന്ന് ബീച്ചിലേക്ക് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവർ ലാസ്റ്റ് 120ക്ക് ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇപ്പം ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് പോവാം കേട്ടോ. അപ്പോൾ ഈ ഒരു ബോട്ടിൽ നമ്മളെ കൊണ്ടുപോയിട്ട് ഒരു ഐലൻഡിലേക്കാട്ടോ കൊണ്ടുപോകുന്നത്. അവിടെ ഒരു ഇങ്ങനെ പാറയൊക്കെ ഉണ്ട്. ആ ഒരു ഐലൻഡിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അവിടെ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ചാർജ് ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ വെയിറ്റ് ചെയ്യുമെന്ന് തോന്നുന്നു. അതോ വേറെ ബോട്ട് വരുമോ അങ്ങനെ എന്തോ ആയിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. അപ്പം നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ ജസ്റ്റ് അവിടെ പോയി അവിടെ ജസ്റ്റ് കണ്ടിട്ട് തിരിച്ച് വരിക എന്നുള്ള രീതിയിലാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഒരു 10 മിനിറ്റ്സോളം അവരവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളവിടെ കണ്ട് ജസ്റ്റ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം പിന്നെ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് എന്നെ ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നത് 120 ദിറംസാണ്. ഒരു ഫുൾ ബോട്ടായിട്ടാട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അല്ലാണ്ടാണെന്നുണ്ടെങ്കിൽ പെർ ഹെഡ് 20 ദിറംസ് അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു ചാർജ് ചെയ്യുന്ന കേട്ടോ. അപ്പം നമ്മളിപ്പോൾ എന്തായാലും ബോട്ടിലേക്ക് കയറുക കേട്ടോ. കഴിക്കാതെ അങ്ങനെ നമ്മൾ ബോട്ടിലൊക്കെ കയറിയിട്ട് പോവാട്ടോ. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഈ ഒരു ബോട്ടിംഗ് എന്ന് പറയുന്നത്. ഫുള്ള് 4 ചുറ്റും ഇങ്ങനെ പാറകളും കാര്യങ്ങളൊക്കെ ആട്ടോ. അപ്പോൾ അജാനൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. നവാലിന് സ്റ്റാർട്ടിങ്ങിൽ കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നെങ്കിലും പിന്നെ ആൾ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് നല്ല ഷെയ്ക്ക് ആകുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊന്ന് പേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തായാലും പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ.
അപ്പോൾ ഇതാട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ള ഐലൻഡ് എന്ന് പറയുന്നത്. ഈ ഒരു ഐലൻഡിൽ നമ്മൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഒരു 10 മിനിറ്റോളം നമ്മൾ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ വ്യൂസും കാര്യങ്ങളൊക്കെ കണ്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ പിന്നെ തിരിച്ച് പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇപ്പം സമ്മറിലായതുകൊണ്ട് വെള്ളത്തിനൊക്കെ ചൂടുണ്ടാവുമെന്നാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ നല്ല തണുത്ത വെള്ളമായിരുന്നു കേട്ടോ. അപ്പോൾ ഇവർ നല്ല രീതിയിൽ അസാനും ഐസായും നവാലും ഒക്കെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ഒരു പാറ ഉണ്ട് കേട്ടോ. അതിന് അടയാളപ്പാറ എന്നാണ് പറയുന്നത്. നമ്മുടെ പത്തേമാരി മൂവിയിൽ ഈ ഒരു പാറയെ കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ. പണ്ടുള്ള ആൾക്കാർ ഷിപ്പ് ത്രൂ ആണല്ലോ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അവർ വന്ന് ഈ ഒരു പാറേൻ്റെ അവിടെ ഇറങ്ങിയിട്ട് പിന്നെ കരയിലേക്ക് നീന്തിയിട്ട് അങ്ങനെയാട്ടോ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു പാറയും കാര്യങ്ങളും എല്ലാം കണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ഐലൻഡിൻ്റെ വ്യൂ എന്ന് പറയുന്നത്. പിന്നെ അതൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പം തിരിച്ചെത്തിയിട്ടുള്ള ഒരു വീഡിയോ ആട്ടോ. പിന്നെ കുറേ നേരം ഇവരിവിടെ നിന്ന് 3 പേരും കൂടെ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കളിച്ചൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് പിന്നെ നമ്മൾ തിരികെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കളിച്ചൊക്കെ എല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും നല്ല രീതിയിൽ വിശപ്പടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിവിടെ കിസൈസിലുള്ള ഈ ഒരു നയാ ഭാണ്ടി എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി പാകിസ്ഥാനി ഫുഡാട്ടോ ഈ ഒരു റെസ്റ്റോറൻറ്റിലേക്ക്. പാകിസ്ഥാനി ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത് ഒരു ബെസ്റ്റ് ഓപ്ഷനാട്ടോ. Okay. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് പിന്നെ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ മട്ടൻ ഹാൻഡി, ചിക്കൻ ഹാൻഡി, പിന്നെ മട്ടൻ കബാബ്, ചിക്കൻ കബാബൊക്കെ ആയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇവരുടെ ഒരു റൊട്ടിയും ഒരു സ്പെഷ്യൽ റൊട്ടിയായിരുന്നു. എന്തോ രോഗിണി എന്ന് പറഞ്ഞിട്ട് ഒരു റൊട്ടിയാട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഫസ്റ്റ് നമുക്ക് നമ്മുടെ ഈ ഒരു തൈരൊക്കെ വെച്ചിട്ടൊരു സംഭവം കേട്ടോ. അത് പിന്നെ ഈ ഒരു പുളി പിഴിഞ്ഞിട്ടുള്ള വെള്ളമാണ്. അതൊന്നും നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ ഇത് എത്തിയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. സാധാരണ എനിക്ക് കബാബ് അങ്ങനെ ഇഷ്ടമില്ല, പക്ഷേ ഇത് അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ തിരികെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരയ്ക്കും ബൈ, അസ്സലാമു അലൈക്കും ആൻഡ് ടേക്ക് കെയർ.